നിറങ്ങളുള്ളൊരു ശലഭം പാർട്ട് 2. അച്ഛാ. അല്ലി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അനിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്താ ഇതച്ഛാ? അല്ലി അനിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ മോള് വലിയ കുട്ടിയായി നോക്കുമ്പോൾ സങ്കടം വരാം. മക്കൾ എപ്പോഴും ചെറുതായിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ വിട്ട് പോവേണ്ടി വരില്ലേ? കഷ്ടമുണ്ടച്ചാ. ഇങ്ങനെയാണ് നമുക്കിത് ഡ്രോപ്പ് ചെയ്യാം. കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് എന്നെ സമ്മതിപ്പിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? അല്ലി വിഷമത്തോടെ ചോദിച്ചു. അയ്യടി പെണ്ണേ, ഞാൻ നിൻ്റെ മനസ്സിലിട്ട് പറയാൻ വേണ്ടി ചോദിച്ചതല്ലേ. പെൺമക്കൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും സങ്കടം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് അവരെ കെട്ടിക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളൊക്കെയായി കാണുമ്പോഴല്ലേ ഞങ്ങൾക്ക് സന്തോഷമാവും. അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ ഏട്ടൻ എൻ്റെ കുഞ്ഞിനെ കരയിച്ചു. ദേവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചെറിയച്ഛൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കെ. നല്ല കുടുംബമാണ്. പയ്യന് നല്ലതാ. ദുശീലങ്ങളൊന്നുമില്ല. അല്പം ദേഷ്യക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് പക്ഷേ അവൻ്റെ ജോലി അങ്ങനെയല്ലേ, അതാണ്. എൻ്റെ അല്ലിമോളോട് അവൻ ദേഷ്യപ്പെടില്ല കേട്ടോ. അയ്യേ, ഇതെന്താ ഇവളെ ആദ്യമായിട്ട് നഴ്സറിയിൽ പറഞ്ഞു വിടുന്നു? നാണക്കേട്. കാരണവരെ അവൾക്ക് 10-25 വയസ്സായി. ആലി അവരെ കളിയാക്കി. ഒരു 4 മാസം മുൻപ് ഇതുപോലൊരു കല്യാണ പന്തലിൽ ഒരു നിലവിളി ഞാൻ കേട്ടിരുന്നു. ഇനി എൻ്റെ ചെവിയുടെ കുഴപ്പമായിരുന്നു ഏട്ടാ? ദേവൻ അവളെ കളിയായിക്കൊണ്ട് ചോദിച്ചു. എല്ലാവരും ചിരി അടക്കി നിന്നു. അയ്യടാ, ആ നിങ്ങളുടെ കൂട്ടുകാരൻ കോൺട്രാക്ടർ കിടന്ന് കരഞ്ഞപ്പോൾ ഞാൻ അന്ന് കൂടെ നിന്നതല്ലേ? അലി ചമ്മല് മറിച്ചുകൊണ്ട് പറഞ്ഞു. ആരാണ് എന്നെക്കുറിച്ച് അപവാദം പറയുന്നത്? മാതാവിൻ്റെ ശബ്ദം കേട്ടതും ആൾ തലയ്ക്ക് കൈ കൊടുത്തുപോയി. കർത്താവെ, തീർന്നു, അവളെ മനസ്സിലോർത്തു. ഇവളെ വല്ല അമേരിക്കയിലും കെട്ടിച്ചു വിട്ട് സെക്കൻഡ് ഹണിമൂണിന് പോകാനിരുന്ന എന്നെയാ ഈ പെണ്ണ് പറ്റിച്ച് നാട്ടിൽ താമസിക്കുന്നത്. കല്യാണത്തിന് ഇവള് കിടന്ന കാരണം കുളമാക്കിയിട്ടല്ലേ ഞാൻ ഇവളുടെ വീടിനടുത്തേക്ക് താമസം മാറിയത്. എന്നിട്ടിപ്പോൾ ഞങ്ങൾ കരഞ്ഞുവെന്നോ? ആ പാവൻ ചെക്കനായതുകൊണ്ട് ഇതൊക്കെ സഹിക്കുന്നു. ഈശോയെ. അപ്പം മതി കേട്ടോ. സമയം നോക്കിയേ. എല്ലാവരും ഒരുങ്ങാൻ നോക്കിയേ. അവരിപ്പോൾ വരും. അത്ര നേരം കളിയും ചിരിയുമായി നിന്നവർ അതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാൻ തുടങ്ങി. അരമണിക്കൂറിൽ എല്ലാവരും റെഡിയായി. പിന്നെ ചെറുക്കന് വരാനുള്ള കാത്തിരിപ്പായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ഒരു കാറാമുറ്റത്തേക്ക് ഇരച്ചു വന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ഡോക്ടർ മാലതി. അവരുടെ പുറകെ ബാക്കിയുള്ളവരും ഇറങ്ങി. അനിയും നന്ദിനിയും എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. എല്ലാവരും അകത്ത് കയറിയിരുന്നു. ആദിദേവ് എവിടെ? കൂടെ ഇല്ലല്ലോ, അനിയച്ചൻ ചോദിച്ചു. മാലതിയുടെ മുഖമൊന്ന് മങ്ങി. അത് ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവൻ അർജൻറ്റായിട്ട് ചെല്ലാൻ പറഞ്ഞ് കോൾ വന്നു. അതുകൊണ്ട് അവൻ തിരിച്ചു പോകേണ്ടി വന്നു. അയ്യോ, അതിപ്പോൾ കഷ്ടമായല്ലോ. ഞങ്ങളൊക്കെ അല്ലിമോളുടെ ചെക്കനെ കാണാൻ വേണ്ടി കാത്തു നിന്നിരുന്നതാ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ബിനമായി ചോദിച്ചു. ആലി വേഗം അകത്തേക്ക് ചെന്നു. എടി പെണ്ണെ, നിന്റെ ചെക്കൻ വന്നിട്ടില്ലെന്ന്. ഒരു പെണ്ണ് കാണാൻ പോകുമ്പോഴും ഇയാൾക്ക് തിരക്ക്. ഇയാളെ വേണോ മോളെ? വല്ല അൺറൊമാൻറ്റിക് മൂരാജിയും ആവടി, ആലി പറഞ്ഞു. അല്ലി ആളെ നോക്കി പുഞ്ചിരിച്ചു. തിരക്കായിട്ടാണെന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ? പിന്നെ ഞാൻ ആളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എടി ഭീകരി, എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ? അങ്ങനെ അരികിൽ നിന്നല്ല, ദൂരെ നിന്ന്, അത്രയേ ഉള്ളൂ. അയാൾ നിന്നെയും കണ്ടിട്ടുണ്ടെന്ന് ആ അമ്മ പറഞ്ഞല്ലോ. അപ്പോൾ പെണ്ണുകാണലൊക്കെ ശരിക്കും കഴിഞ്ഞതല്ലേ? ഇത് ഡമ്മി പെണ്ണുകാണലാണോ? എൻ്റെ ആലിയെ, ഇതൊന്നും മിണ്ടാതിരുന്നേ, അല്ലി സഹി കേട്ട് പറഞ്ഞു. അപ്പോഴേക്കും പുറത്തൊരു കാറ് വന്ന ശബ്ദം കേട്ട് അനിയച്ചൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നോക്കി. ആരാ? ഞാൻ രാംദേവ്, ആദിയുടെ അച്ഛനാണ്, വന്നയാൾ പറഞ്ഞു. ആണോ, അകത്തേക്ക് വരൂ. അനി സന്തോഷത്തോടെ അയാളെ ക്ഷണിച്ചു. രാമിനെ കണ്ടതും മാലതിയുടെ മുഖമൊന്ന് മങ്ങിയെങ്കിലും അവരത് സമർത്ഥമായി ഒളിപ്പിച്ചു. ആദി വന്നില്ലേ? അയാൾ ചോദിച്ചു. ഇല്ല, അവൻ അത്യാവശ്യമായി ഓഫീസിലേക്ക് പോവേണ്ടി വന്നു, മാലതി പറഞ്ഞു. അയാൾ നീരസത്തോടെ അവരെ നോക്കി. അപ്പോൾ കുട്ടിയെ കാണാൻ വരില്ലേ? കുട്ടിയെ അവൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ വിളിക്കായിരുന്നില്ലേ? മാലതി ചോദിച്ചു. നന്ദിനി, അല്ലിയെ വിളിക്ക്, അനി പറഞ്ഞു. അല്ലിയും മാലയും കൂടെ നടന്നു വന്നു. വർണ്ണങ്ങൾ നിറഞ്ഞ ആ ഡ്രസ്സിൽ ഒരു ശലഭം പോലെ സുന്ദരിയായിരുന്നു അല്ലി. എല്ലാവർക്കും ഒറ്റനോട്ടത്തിൽ അവളെ ഇഷ്ടമായി. മാലതി അഭിമാനത്തോടെ അവളെ നോക്കിയിരുന്നു.
അവരുടെ ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗികൾക്ക് മെഡിറ്റേഷനും യോഗയും പഠിപ്പിക്കാനായാണ് അല്ലി അവിടെ ചെന്നത്. അവിടെ വെച്ചാണ് മാലതിയുമായി പരിചയത്തിലാവുന്നത്. അവളുടെ ഭംഗിയും സ്വഭാവവും ഒക്കെ മാലതിയെ ആകർഷിച്ചു. അങ്ങനെയാണ് മകനായ ആദിക്ക് വേണ്ടി അല്ലിയെ ചോദിച്ചത്. ഈ പെണ്ണ് കാണൽ വരെ അതെത്തിയത്. ഇതാണ് പെൺകുട്ടി, അലങ്കൃത, ഞങ്ങളുടെ അല്ലി, അനി പറഞ്ഞു. മാലതി തൻ്റെ കൂടെയുള്ളവരെയും പരിചയപ്പെടുത്തി. ഇത് ആദിയുടെ അച്ഛൻ രാംദേവ്, കൂടെയുള്ളത് അനിയൻ കൃഷ്ണൻ, അവൾ ഭാര്യ അഞ്ജലി, അവരുടെ മകൾ മഹാലക്ഷ്മി. തറവാട്ടിൽ അനിയനും ഭാര്യയും ഞങ്ങളുമാണ്, മാലതി പറഞ്ഞു. അലി എല്ലാവരെയും പരിചയപ്പെട്ടു. അവൾക്കും എല്ലാവരെയും ഇഷ്ടമായി. ലച്ചു എന്ന മഹാലക്ഷ്മിയോട് അവൾക്ക് എന്തോ ഒരടുപ്പം തോന്നി. അവളിപ്പോൾ +2 പഠിക്കുന്നതേ ഉള്ളൂ. ലച്ചു ആണെങ്കിൽ ഇപ്പോഴേ ഏടത്തേന്ന് വിളിച്ചാണ് സംസാരിച്ചതൊക്കെ. അഞ്ജലി ചിറ്റയും സ്നേഹമുള്ളതാണെന്ന് അല്ലിക്ക് മനസ്സിലായി. പക്ഷേ അവൾ കാണാൻ ആഗ്രഹിച്ച ആൾ എങ്ങനെയുള്ളതാണെന്ന് മാത്രം അവൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും മോളെ ഇഷ്ടമായി, ആദിക്കും ഇഷ്ടമാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ചാലോ, മാലതി ചോദിച്ചു. എല്ലാവരും പെട്ടെന്നൊന്ന് വെപ്രാളപ്പെട്ടു. അനി അച്ഛൻ അല്ലിയെ നോക്കി. അവൾ കണ്ണുകൾ ചിമ്മി അച്ഛനെ ആശ്വസിപ്പിച്ചു. നമുക്ക് തീരുമാനിക്കാം, പക്ഷേ ആദ്യം ഞങ്ങൾക്കൊന്ന് കാണാനും പരിചയപ്പെടാനും ആഗ്രഹമുണ്ട്. അതുകൂടി കഴിഞ്ഞ് തീരുമാനിക്കുന്നതല്ലേ നല്ലത്, അനി അച്ഛൻ ചോദിച്ചു. അലി അത്ഭുതത്തോടെ അച്ഛനെ നോക്കി. തൻ്റെ മനസ്സിലുള്ള കാര്യമായിരുന്നു അച്ഛൻ പറഞ്ഞത്. മാലതിയുടെ മുഖമൊന്നും മങ്ങിയെങ്കിലും അവൾ ചോദിച്ച കാര്യം ന്യായമായതുകൊണ്ട് അവർ അതിന് സമ്മതിച്ചു. അടുത്തൊരു ദിവസം തന്നെ ആദ്യയോട് ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് അവൾ പറഞ്ഞു. സന്തോഷത്തോടെ തന്നെയാണ് അവർ അന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞത്.